നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളെ ഈട്ടിക്കൂട്ടുന്നൊരു ലോകമാണ് അല്ലേ? അതുകൊണ്ട് മനുഷ്യനെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ മോഹങ്ങളാണ്, അവൻ്റെ അന്യായമായ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എന്ത് അനീതിയും അവൻ ചെയ്യും. കാരണം അവന് ജീവിതത്തിൽ ഒരു കൃത്യമായ ചിട്ടവട്ടങ്ങളില്ല. ഈ ചിട്ടവട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ അവൻ്റെ ജീവിതത്തെ, അവൻ്റെ വികാരങ്ങളെ പോലും വിവേകം കൊണ്ട് നിയന്ത്രണത്തിൻ്റെ വരുതിയിൽ നിർത്തിയിട്ട് ജീവിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നിയന്ത്രണമുള്ള ജീവിതം ഉണ്ടാകുമ്പോഴാണ് നമ്മളിലൂടെ ബാക്കിയുള്ള ആളുകൾ കൂടി ആനന്ദം കണ്ടെത്തുന്നത്. അത് ജീവിതത്തിൻ്റെ ഒരു ആനന്ദം കൂടിയാണ്. ഇസ്തംതിഅ ബിഹയാതിക, നിന്റെ ജീവിതത്തിലൂടെ നീ സന്തോഷിക്കുക. അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന ഈ യുവ അറബ് പണ്ഡിതൻ ഇങ്ങനെ ഒരു പുസ്തകം രചനയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ചേതോവികാരങ്ങളെ അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. ഞാനത് എഴുതാനുണ്ടായ കാരണം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് യൂറോപ്യൻ ചിന്തകന്മാരുടെ ഒക്കെ നല്ല നല്ല മനഃശാസ്ത്ര കൗൺസിലിംഗ് ക്ലാസ്സുകളെയൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഞാൻ കേട്ട ഒന്ന് രണ്ട് മഹാപണ്ഡിതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൗതിക തത്വജ്ഞാനികളായ ആളുകളുടെ മരണത്തെ അന്വേഷണം നടത്തിയപ്പോൾ അവരിൽ ഒന്ന് രണ്ടാളുകൾ മരിച്ചത് ആത്മാഹുതിയിലേക്ക് കടന്നുപോയിട്ടാണ്. അവര് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തിട്ടാണ് മരണം വരിച്ചത് എന്നർത്ഥം. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ഒരുപാട് യുഗങ്ങൾക്ക്, ഒരുപാട് യുഗപുരുഷന്മാർക്ക് ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ആ വലിയ വലിയ മഹാമനുഷ്യന്മാര് ജീവിതം അവസാനിപ്പിച്ചത് ഒരു കഷ്ണം കയറിലാണ്, ഒരു സയനൈഡ് ഗുളികയിലാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ എന്താണ് അവർ ലോകത്തെ പഠിപ്പിച്ചത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അവർക്ക് ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തതയായിരുന്നു ഇങ്ങനെയൊക്കെ മനഃശാസ്ത്രപരമായ ക്ലാസ്സുകൾ എടുത്ത ആളുകൾ ആത്മഹത്യയിൽ അഭയം തേടാൻ കാരണം. ദി ഫൈനൽ എക്സിറ്റ് എന്ന് പറയുന്ന ഹംഫ്രി രചിച്ചൊരു പുസ്തകമുണ്ട്. ആത്മഹത്യയെപ്പറ്റി ആലോചിക്കുന്ന ആളുകൾക്കുള്ള ലക്ഷണമൊത്ത കൈപ്പുസ്തകം എന്നാണ് ആ പുസ്തകത്തെ പറ്റി ചില ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത്. ദി ഫൈനൽ എക്സിറ്റ്, നിനക്ക് അവസാനമായിട്ട് ഇറങ്ങിപ്പോകാനുള്ള വഴി എന്നാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിലൂടെയൊക്കെ ആത്മഹത്യയിലേക്ക് പോയ ആളുകളുണ്ട്. അപ്പോഴാണ് അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന ഈ മനുഷ്യൻ തൻ്റെ എൻജോയ് ദി ലൈഫ്, ഇസ്തംതിഅ ബിഹയാതിക്, നീ നിന്റെ ജീവിതത്തെ ഒന്ന് കലർപ്പില്ലാതെ ആസ്വദിക്കൂ. എന്താണ് ജീവിതത്തിൻ്റെ ആസ്വാദനം അല്ലേ? ഈ ലൈഫ് എങ്ങനെയാണ് നമ്മളൊന്ന് എൻജോയ് ചെയ്യുന്നത്? എൻജോയ് ദി ലൈഫ് എന്ന് പറയാറുണ്ട്. ലൈഫ് ഈസ് എ ഡ്രാമ. നമ്മുടെയൊക്കെ ജീവിതം ഒരു തരത്തിലുള്ള ഒരു നാടകമാണ്. ആ നാടകത്തിൻ്റെ ഇതിവൃത്തം എന്താണ് അല്ലേ? വി ആർ ദി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, വി ആർ ദി ആക്ടേഴ്സ്, വി ആർ ദി വ്യൂവേഴ്സ്. നമ്മളെല്ലാമാണ്. പക്ഷേ ഡയറക്ടർ ഈസ് ഗോഡ്. ഇതിൻ്റെ സംവിധായകൻ പഠിച്ചോ മാത്രമാണ്. കബി ഹസ്ന ഹേ കബി റോന ഹേ, ജീവൻ സുഖ് ദുഃഖ് കാ സംഗം ഹേ അല്ലേ? നമ്മൾ ചിലപ്പോൾ ചിരിക്കുന്നു, ചിലപ്പോൾ ഹസിക്കുന്നു, ചിലപ്പോൾ പ്രകോപനം തൊടുത്തുവിടുന്നു, ചിലപ്പോൾ കരയുന്നു. അങ്ങനെ എല്ലാമുണ്ട്. സുഖത്തിനുണ്ടാകും സഖിമാരനേകം, ദുഃഖത്തിനോ പുനരാരുമില്ല. നമ്മൾ ചിരിക്കുന്നു, കരയുന്നു. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്നൊരു കവിത മലയാളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചിരിയും കരച്ചിലും ഒക്കെയായി ഈ നാടകീയതയുടെ ഈ അനന്തവിസ്തൃതിയുള്ള ഈ ലോകത്തിൻ്റെ പല വർണ്ണങ്ങളെ, ആ വർണ്ണ സമ്മേളനങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവൻ സുഖ് ദുഃഖ് കാ സംഗം ഹേ. അതുകൊണ്ട് സുഖദുഃഖങ്ങളുടെ ഒരു സമ്മിശ്രതയാണ്, ഒരു സങ്കലനമാണ് അത്, അഥവാ ഒരു സുഖദുഃഖങ്ങളുടെ ഒരു സമ്മേളനമാണ്, സമ്മേളന നഗരിയാണ് ഈ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു ലോകം. അപ്പം ഈ ലോകത്തിൻ്റെ പരിമിതികളെ കണ്ടിട്ടാണ് അപരിമേയമായ, പരിമിതികളില്ലാത്ത ഒരു ആഖിറം. അതുകൊണ്ടാണ് മിൻ ദീഖി ദുനിയ ഇലാ സഅത്തിൽ ആഖിറ, ദുനിയാവിൻ്റെ കുടിസിൽ നിന്ന്, കൗടില്യത്തിൽ നിന്ന്, ദുനിയാവിൻ്റെ ഈ വല്ലാണ്ട് നമ്മുടെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിമിതികളിൽ നിന്ന് ഇലാ സഅത്തിൽ ആഖിറ, പാരത്രിക ലോകത്തിൻ്റെ കണ്ണെത്താത്ത വിശാലതയിലേക്ക്, അനന്തതയിലേക്ക് നമുക്ക് വിജയശ്രീലാളിതരായിട്ട് കടന്നു പോകണം. അതിൽ എല്ലാം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ജൈവികനാവുക. ജൈവികമാവുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ബയോളജിക്കാവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ജൈവികമാകുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വയൽ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ വയലിൽ
നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ കാല് ഊന്നിക്കഴിഞ്ഞാൽ, പാദം ഊന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടോളം അതിലെ ചെളിക്കുണ്ടിലേക്ക് നമ്മുടെ പാദങ്ങൾ താഴ്ന്നു പോകുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഈ വയലിനോടും അതിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളോടും അതിൻ്റെ ചെളിക്കട്ടകളോടും ഒക്കെ ജീവിതത്തിൽ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് കർഷകൻ നെന്മണികളെ കൊയ്ത് കറ്റക്കതിരായി ആ കതിർ കൊയ്ത് അത് പത്തായത്തിലെത്തി. ആ പത്തായത്തിൽ നിന്ന് നെൽക്കതിരുകളെ എടുത്ത് ഒരലിലിട്ട് ഒലക്ക കൊണ്ട് കുത്തി വെളുപ്പിച്ചിട്ടാണ് കുത്തരി ഉണ്ടായത് എന്നും അതിൽ നിന്നാണ് നമ്മൾ കഞ്ഞി കുടിച്ചത്, നമ്മൾ ഭക്ഷണം കഴിച്ചത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ വയലിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ജൈവികരാവുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം ലഭ്യമാണ്. ഒരു പ്ലേറ്റ് ചോറ് എങ്ങനെ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ വിദ്യാർത്ഥി സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ അത് കിട്ടുമെന്ന് കട്ടായം പറയരുത്. അതിനപ്പുറം പാഴ്ചേറിൽ അമർന്നുപോയ പാവപ്പെട്ട കർഷകന്റെ പാതാരവിന്ദങ്ങളിൽ അള്ളിപ്പിടിച്ച ഈ ചെളിയിൽ അതിൻ്റെ ദുർഗന്ധങ്ങളിൽ നിന്ന് വിരിഞ്ഞ പുഷ്പങ്ങളാണ് അല്ലെങ്കിൽ മലരുകളാണ് നമ്മുടെ അന്നം എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മളൊക്കെ ജൈവികരായി മാറുന്നത്. ആ ജൈവികതയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. നമ്മളൊക്കെ ജൈവികരാണ്. അപ്പോൾ ഈ ജീവസുറ്റ ഓർമ്മകൾ, അതുകൊണ്ടാണ് സ്വഹാബത്ത് പറയുന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൻ്റെ തന്മയീ ഭാവം ഞങ്ങളെ പഠിപ്പിച്ചു. എന്താ ഈ തന്മയീ ഭാവം എന്ന് പറഞ്ഞാൽ? സിമ്പതിയുണ്ട്, എമ്പതിയുണ്ട്. സിമ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസയെ പറ്റി ആലോചിക്കുന്നു, ഫലസ്തീനെ പറ്റി ആലോചിക്കുന്നു, അയ്യോ കഷ്ടം എന്ന് നമ്മൾ വിലപിക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ ന്യായമായും വാദിക്കുന്നു. ഇതൊക്കെ സിമ്പതിയാണ്, ഇതൊരു അനുകമ്പയാണ്. പക്ഷെ എമ്പതി എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് കുറച്ചുകൂടി കേറിയ ഒരു മുന്നേറ്റമാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ ദിക്കിൽ നിന്ന് ഗസയെ പറ്റി സംസാരിക്കല്ല. പിന്നെന്താണ്? ഇപ്പം നടന്ന ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ ജോർദാനിന്റെ അതിർത്തി അടക്കം 8ഓളം അതിർത്തികൾ ഫലസ്തീനിലേക്കുള്ളത് തുറന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരിട്ട് അവിടേക്ക് പോകുന്നു. ഫലസ്തീനിലെ കുഞ്ഞു പയ്യന്മാരെ നമ്മൾ നേരിട്ട് കാണുന്നു. അവരോടൊപ്പം ഒരു രാത്രി നമ്മൾ കഴിച്ചു കൂട്ടുന്നു. അവർക്ക് ഭക്ഷണം നമ്മൾ മേടിച്ചു കൊടുക്കുന്നു. അവരോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ വാങ്ങിക്കൊടുത്ത അന്നത്തിൻ്റെ വിഭവങ്ങളുടെ രുചി അറിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ നിഴലാട്ടം, ആ മിന്നാട്ടം കാണുമ്പോൾ അവരുടെ മനസ്സ്, അവരുടെ വയറ് നിറഞ്ഞതിൻ്റെ കൂടെ നമ്മുടെ മനസ്സ് നിറയുന്നു. അതാണ് എമ്പതി. അത് സിമ്പതിയല്ല, അത് എമ്പതിയാണ്. അതിനാണ് നമ്മൾ മലയാള ഭാഷയിൽ തന്മയീ ഭാവം എന്ന് പറയുന്നത്. അവരനുഭവിച്ച ക്ലേശങ്ങളെ നമ്മൾ കൂടി അനുഭവിച്ചിട്ട് അവരോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ജീവിത വ്യവസ്ഥിതിക്കാണ് എമ്പതറ്റിക്കാവ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു കുറവ് എമ്പതിയില്ലാത്തതാണ്. സിമ്പതിയൊക്കെ ഉണ്ട്, പക്ഷെ എമ്പതിയില്ല. അവിടെയാണ് ഒരു മുസ്ലിം കുടുംബ ബന്ധം ചേർക്കൽ ഇബാദത്താണ് എന്ന് നമ്മളോട് ദീന് പറയുന്നതിൻ്റെ ഒരു രസതന്ത്രം അതിൻ്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. കാരണം എന്താണ്? കുടുംബബന്ധം ചേർക്കൽ ഇബാദത്താണ്. എങ്ങനെ ഈ കുടുംബബന്ധം ചേർക്കൽ? വാട്സപ്പിൽ നമ്മുടെ മൂത്തമ്മക്ക് ഒരു മെസ്സേജ് അയക്കലാണോ? അല്ലേ? അമ്മാവന് ഏതെങ്കിലും ഒരു രീതിയിൽ കോൾ ചെയ്യലാണോ? അതൊന്നുമല്ല. ഇത് എണ്ണയിട്ട യന്ത്രം പോലെയാകണം, അപശബ്ദങ്ങളില്ലാത്ത ബന്ധങ്ങളാകണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെളുപ്പാൻ കാലത്ത് പുറപ്പെടണം. നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ ഒരു ബന്ധു വരുന്നതും പോകുന്ന വഴിയിൽ ആകസ്മികമായിട്ട് വന്നു കയറി നമ്മുടെ ബന്ധു നമ്മളെ കണ്ടുമുട്ടുന്നതും തമ്മിൽ ഈ സിലത്തുർ റഹ്മിൻ്റെ ഡെപ്തിൽ വലിയ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. അല്ലാഹു അങ്ങനെ പറയുന്നത്, തഫർറഗ് ലി ഇബാദതി, നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക, എനിക്ക് വേണ്ടി ചെയ്യുക. അങ്ങനെയെങ്കിൽ അംല ഉസദറക ബിൽ ഗിന, നിന്റെ ഹൃദയത്തെ ഞാൻ ഐശ്വര്യം കൊണ്ട് നിറക്കുന്നതാണ്. അപ്പം നമ്മുടെ ഹൃദയം മനസ്സൊക്കെ നിറയാൻ കാരണം ആകുന്നത് പടച്ചോന് വേണ്ടി നമ്മൾ ഈ സ്റ്റാറ്റസിൽ നിന്ന് മാറി, നമ്മുടെ വാട്സപ്പിൽ നിന്ന് മാറി, FBയുടെ തിരക്കിൽ നിന്ന് മാറി, ഇൻസ്റ്റയുടെ സ്റ്റോറിയിൽ നിന്ന് മാറി, പുതിയ കാലത്തെ വർണ്ണങ്ങളിൽ നിന്നെല്ലാം മാറി, ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യയുടെ ബഹളങ്ങളിൽ നിന്ന് മാറി, തഫർറഗ് ലി ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം നീ സമയം ഒന്ന് കണ്ടുവെക്ക്. ആ
ആ സമയം കണ്ടുവെക്കലും ആ നിന്റെ ജീവിതത്തിൽ നീ രൂപപ്പെടുത്തിയ സാവകാശവും കൊണ്ട് നിന്റെ ഹൃദയത്തെ ഞാൻ ഋണ കൊണ്ട് നിറക്കുന്നതാണ്. മനുഷ്യൻ ഇന്ന് ഒരു വല്ലാത്ത ഗതികെട്ട സ്വപ്നജീവി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു ലഗേജ്, ആവശ്യത്തിൽ അപ്പുറം ഭാരമുള്ള ലഗേജിന്റെ ഓരോ വലിയ വലിയ പെട്ടികളും വഹിച്ച് എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രികന്, ഒരു വൈമാനിക യാത്രികന് എന്തെങ്കിലും ഒരു മനസ്സംതൃപ്തിയോ അല്ലെങ്കിൽ കായികമായിരിക്കുന്ന ഒരു റിലാക്സേഷനോ എങ്ങനെയെങ്കിലും കിട്ടുമോ? കാരണം എന്താണ്, അവൻ്റെ ലഗേജുകൾ അവന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇത് പിടിച്ചിട്ട് എങ്ങനെ അവൻ റോഡ് മുറിച്ച് കിടക്കുക? ഇത് പിടിച്ചിട്ട് എങ്ങനെയാണ് അവനൊരു കടയിൽ പോയി ഭക്ഷണം കഴിക്കുക? ഈ അമിതമായ ലഗേജുകൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന ആ യാത്രക്കാരന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനസിക ശാരീരിക ക്ലേശത്തിന് സമാനമാണ് നമ്മുടെ ഈ ലഗേജുകളാകുന്ന ഒരുപാട് മൂടില്ലാ താളി പോലെ വളർന്ന് പന്തലിച്ച് തളിർത്ത് പന്തലിച്ചിരിക്കുന്ന നമ്മുടെ ദിവാസ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഈ എല്ലാ ഇടവഴികളിലൂടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോകുന്ന ഇടങ്ങളിലൊന്നും സ്വാസ്ഥ്യം എന്ന് പറയുന്ന തുമഅനീനത്ത് അല്ലെങ്കിൽ ഐശ്വര്യം, മനസ്സിന്റെ ഐശ്വര്യം അല്ലേ, നഫ്സിന്റെ ഐശ്വര്യം നമുക്കാർക്കും ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് സഹജീവിയെ കണ്ടെത്തുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 16 മിനിയാന്നല്ല, അതിൻ്റെ മുൻപത്തെ വെള്ളിയാഴ്ച എനിക്ക് കണ്ണൂർ ഭാഗത്തായിരുന്നു പരിപാടി. വളാഞ്ചേരിയിലെ എൻ്റെ ഖുതുബ കഴിഞ്ഞ് ഞാൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വേഗം ധൃതി പിടിച്ച് ഡ്രൈവറോട് എന്നെ അങ്ങോട്ട് വിട്ടുതരണം. കാരണം നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഇവിടെ കാത്തിരുന്നാൽ ട്രെയിന് നമ്മളെ കാത്തിരിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ വേഗം വണ്ടി വിടാൻ പറഞ്ഞു. അപ്പം അന്ന് ഉച്ചക്ക് ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു തത്വത്തിൽ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അന്ന് ഉച്ചക്ക് പട്ടിണിയാവാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്ത് അവിടെ പോയി ഇരിക്കുമ്പോൾ ട്രെയിന് വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് കുറച്ച് കൗമാരക്കാരായ കുട്ടികളെ ഒരു കവറിൽ കുറച്ച് ഭക്ഷണപ്പൊതിയെല്ലാം നിറച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. കൊടുക്കുന്നതിന് മുമ്പ് അവർ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചതാണോ? ആണ് എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നില്ല, കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുകയാണ്. ഞാൻ തത്വത്തിൽ അന്ന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അവരോട് ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരൊരു പൊതിച്ചോറ് എൻ്റെ കയ്യിലും തന്നു. ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു. കാരണം ഏതോ ഒരു രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവ പ്രതിനിധി, പണ്ട് നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ചാരന്മാരാണ് അല്ലേ. ദൈവം പറഞ്ഞു വെച്ച ചാരന്മാരായിട്ട് മനുഷ്യൻ്റെ രൂപത്തിൽ പടച്ചോൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെടാൻ. അലി കടുകശ്ശേരിയുടെ ഒരു കവിത ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ആ പൊതിച്ചോറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എഴുതി വിട്ടു. മെഡിക്കൽ കോളേജിലേക്ക് ആരോ കൊടുത്തു വിട്ട സ്നേഹപ്പൊതി തന്നതാരെന്ന് തിന്നവനും തിന്നതാരെന്ന് തന്നവനും അറിയില്ല. രണ്ടുപേർക്കും അറിയുന്നത് ഒരേ ഒരു വികാരം, വിശപ്പ്. അതുകൊണ്ട് അന്യനോടുള്ള കരുതലല്ലാതെ ലോകത്ത് ഏതാണ് ഏറ്റവും മികച്ച രാഷ്ട്രീയം അല്ലേ? നമ്മൾ ഒരുപാട് രാഷ്ട്രീയങ്ങളെ ലോകത്ത് കാണുന്നുണ്ട്. ലോകത്ത് ഏറ്റവും മികച്ച രാഷ്ട്രീയം ഏതാണ്? അത് അന്യനോടുള്ള കരുതലാണ്. അന്യനെ ചേർത്ത് നിർത്തുന്നതിനേക്കാൾ വലിയ ഊഷ്മളമായ പൊളിറ്റിക്സ് ലോകത്ത് ഏതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോഴും ആ ഒരു ആദാനപ്രധാനത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യാവകാശ സംഗമത്തിൽ സമദാനിയയുടെ മുറ്റത്തെ ഈ സായാഹ്നത്തിൽ ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഭാഗമായി ഓരം പറ്റി നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കുറ്റിപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ കയ്യിലേക്ക് ഇത് കൊണ്ടുവന്ന മക്കളെപ്പറ്റി ആലോചിക്കുമ്പോൾ അതവിടുത്തെ കാർഷിക കോളേജിലെ കുട്ടികൾ എന്ന് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. അതിലപ്പുറം അവരുടെ ജാതി ഏത്, ആ കുട്ടികളുടെ മതം ഏത്, ആ കുട്ടികൾക്ക് എൻ്റെ വേഷഭൂഷാദി ഇതായത് കൊണ്ട് എൻ്റെ മതം എന്ത് എന്ന് ബോധിച്ചു കാണും. പക്ഷേ ആ കൊണ്ടുവന്ന കുട്ടികളുടെ മതമോ ജാതിയോ തറവാടോ അവരുടെ അസ്തിത്വമോ ഒന്നും എനിക്കറിയില്ല എന്നുള്ളതാണ് ആ സ്നേഹപ്പൊതിയുടെ രുചിഭേദങ്ങൾക്ക് കുറച്ചുകൂടി വർണ്ണം നൽകുന്നത് എന്നാണ് ഞാൻ ഈ സമ്മേളനത്തിൽ ആനുഷംഗികമായിട്ട് ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. നമ്മൾ വേറുള്ളവർക്ക് വേണ്ടി കൂടി കഷ്ടപ്പെടുന്ന നേരത്താണ് നമ്മളൊരു വിവേകിയാകുന്നത് എന്നർത്ഥം അല്ലേ? അതുകൊണ്ടാണല്ലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ അയൽവാസിയെ ഗൗനിക്ക്, നിന്റെ ഭാര്യാഭർത്തൃ ബന്ധത്തെ ഗൗനിക്ക്, നിന്റെ വേഷവിധാനങ്ങളെ ഗൗനിക്ക്, നിന്റെ വാക്കിനെ ഗൗനിക്ക്. നോക്കൂ നിങ്ങൾ, ഓരോ ഭാഷകൾ. ദുബായിൽ അടുത്തൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ നിസ്കരിക്കാൻ കയറിയപ്പോൾ ഒരു പള്ളിയുടെ പേര് കണ്ടു, മസ്ജിദ് റിളൽ വാലിദൈൻ. മസ്ജിദ് റിളൽ വാലിദൈൻ. നമ്മൾ ഒരുപാട് പള്ളികളുടെ പേരൊക്കെ കാണാറുണ്ട് അല്ലേ? മസ്ജിദുൽ ഫലാഹ്, മസ്ജിദുൽ സലാഹ്,
മസ്ജിദുൽ സലാം, മസ്ജിദുൽ ഫതഹ്, മസ്ജിദുർ റഹ്മാൻ, ഇതൊക്കെ നമ്മൾ കാണുന്ന വ്യത്യസ്ത പള്ളികളുടെ നാമങ്ങളാണ്. പക്ഷെ ഈ മസ്ജിദിന്റെ നാമം നമ്മളെ ഒന്നുകൂടി ഓർമ്മയിൽ കൊള്ളിപ്പിച്ചു, നമ്മളെ ഒന്നുകൂടി ഇരുത്തി ചിന്തിപ്പിച്ചു. ഏതായിരുന്നു ആ പേര്? മസ്ജിദ് റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പ്രീതിയിലായി അള്ളാഹുവിന് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന ആരാധനാലയം. അപ്പം അത് അന്വേഷിച്ചപ്പോൾ ഒരു പ്രൗഢ അറബി പ്രമുഖൻ, വാണിജ്യ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ നന്നായി പേരും പെരുമയുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ദിവംഗതരായി പോയ മാതാപിതാക്കളുടെ പേരിൽ നിർമ്മിച്ചു നൽകിയ നല്ല ലക്ഷണമൊത്ത ഒരു മസ്ജിദായിരുന്നു അത്. അപ്പം നമ്മൾ പൊതിച്ചോറാവുകയാണ്. നമ്മളിങ്ങനെ ഓരോരുത്തർക്കും പൊതിച്ചോറാകുമ്പോഴും അതിൽ നമുക്ക് വലിയ നീയത്തുകളുണ്ട്. ഇപ്പം ഹിഫ്ള് പഠിച്ച സമദാനിയയിലെ മക്കൾ നാളെ ഏതൊക്കെ മഹല്ലുകൾക്കാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്? എത്രായിരം പള്ളികളുടെ മിഹ്റാബിലേക്കാണ് അവരുടെ ഖുർആനിൻ്റെ സ്വരരാഗസുധ ഒഴുകി പരക്കാനിരിക്കുന്നത്? എത്ര ഹൃദയങ്ങളിലേക്കാണ് അവരുടെ ഈ ദിവ്യ വെളിച്ചത്തിൻ്റെ ശക്തി സ്രോതസ്സാകുന്ന ഈ വിശുദ്ധ വചന സൂക്തികൾ നിലാമഴ പോലെ പരന്ന് ഒഴുകി പെയ്ത് തിമിർത്ത് അത് വസന്തം പെയ്യിപ്പിക്കാനിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ തന്നെ ഈ ഉൽപാദനത്തിൻ്റെ ക്ഷമതയാണ്. അതിൻ്റെയൊക്കെ ഒരു നിദാനമായിട്ട് പ്രവർത്തിച്ച ഫാക്ടറിയാണ് സമദാനിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ നിർമ്മാണാത്മകത ഇത് സംഹാരാത്മകതയല്ല. ലോകത്ത് ഇന്ന് സംഹാരാത്മകതയുടെ കാലാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ പട്ടാളക്കാരൻ നിർമ്മിച്ചിരിക്കുന്ന തോക്കുകളുടെ വെടിയുണ്ടകളുടെ മൂർച്ച എത്രയാണ്, അതിൻ്റെ വേദന എത്രമാത്രം തീവ്രമാണ് എന്ന് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്ന, ലോകത്തെ ഒന്നിൻ്റെ മാത്രം ബ്രാൻഡ് പറയാൻ കഴിയുന്ന കുട്ടികളാണ് ഗസയിലെ കുട്ടികൾ, ഫലസ്തീനിലെ കുട്ടികൾ. പക്ഷേ ഇതൊക്കെ അവർ അനുഭവിച്ചിട്ടും അവർ ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത് ലോകത്തിൻ്റെ ഒരു അത്ഭുതമാണ്. ഹാവ് യു ഫൗണ്ട് എനിവൺ committed suicide in Gaza even though in this great hunger and poverty because of spiritual capacity, not the material capacity? ഗസയിലെ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഇത്ര തീവ്രമായ ദാരിദ്ര്യം ഉണ്ടായിട്ട്, ഇത്രയും ഭീകരമായ പൈദാഹം അവർക്ക് അനുഭവപ്പെട്ടിട്ട്, ഇത്രയും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ട്, സ്വന്തം ഭവനങ്ങൾ നഷ്ടപ്പെട്ടിട്ട്, സ്വന്തം ഉറ്റവർ ഉടയവർ തങ്ങളുടെ അഭയകേന്ദ്രങ്ങൾ എന്ന് അവർ തന്നെ വിലയിരുത്തിയിരുന്ന മാതാപിതാക്കൾ ജീവിതത്തിൻ്റെ മുന്നിലൂടെ രക്തസാക്ഷിത്വം വഹിച്ച് പടിയിറങ്ങി പോയിട്ട് ഒറ്റപ്പെടലിൻ്റെ നീറ്റൽ അവരെ ഇങ്ങനെ അലട്ടിയിട്ട്, ഹാവ് യു ഫൗണ്ട് എനിവൺ കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ ഗസ? ഈ ഗാസയിൽ ഏതെങ്കിലും ഒരു യുവതിയോ ഒരു യുവാവോ ഇത്രയും ഇല്ലായ്മകളുടെ നടുവിൽ വെച്ചിട്ട് ഈ ദുരിത പെയ്ത്തിന്റെ ഇടയിൽ മനോവീര്യം തകർന്നിട്ട് ആത്മഹത്യ ചെയ്തത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ? നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളം ആത്മഹത്യയുടെ വിഷയത്തിൽ 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് ദേശീയ ശരാശരിയിൽ. കേരളം ഏറ്റവും വിദ്യാഭ്യാസമുള്ള സമ്പന്നമായ സാക്ഷരതയുടെ അപ്പോസ്തലന്മാരെ വാർത്തെടുത്ത മഹാഭൂമികയാണ് കേരളം. ഈ കേരളത്തിലാണ് എന്താണ് ഭൗതികതയോ അല്ലെങ്കിൽ മറ്റുള്ള വിജയങ്ങളോ മറ്റുള്ള സാമ്രാജ്യത്വ അധീശാധിപത്യങ്ങളോ മറ്റുള്ള സ്വാധീനങ്ങളോ സാമ്പത്തിക സ്രോതസ്സുകളോ ഒന്നും നമ്മുടെ മനോവീര്യത്തെ ഉദ്ദീപിപ്പിക്കില്ല. അതിനെ തകർക്കാനേ അതൊക്കെ ഉപകരിക്കൂ. സുഖത്തിനുണ്ടാകും സഖിമാരനേകം, സുഖത്തിന് സഖിമാരൊക്കെ ഉണ്ടാകും, പക്ഷെ ദുഃഖത്തിന് ആരും ഉണ്ടാകൂല, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നേരത്ത് നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഈ ഒന്നുമില്ലായ്മക്കിടയിൽ നിന്ന് ഇവരെന്തേ ആത്മഹത്യ ചെയ്യാതിരുന്നത്? അവരെന്താ പിടിച്ചു നിൽക്കാൻ കാരണം? സ്പിരിച്വൽ കപ്പാസിറ്റിയാണ്. ഈ മെറ്റീരിയൽ കപ്പാസിറ്റിയും സ്പിരിച്വൽ കപ്പാസിറ്റിയും തമ്മിൽ അജഗജ അന്തരമുണ്ട്. മെറ്റീരിയൽ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ആ സൗകര്യമുണ്ട്, ഞങ്ങൾക്ക് മെട്രോ സൗകര്യമുണ്ട്, ഞങ്ങൾക്ക് വൈമാനിക സൗകര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര സർവകലാശാലകളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര നേട്ടങ്ങളുണ്ട് എന്നൊക്കെ മനുഷ്യൻ്റെ ഐക്യരാമാനം പറയുന്ന കാര്യമാണ്. പക്ഷേ ഈ സ്പിരിച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ്. അതിന് അതിർത്തികളില്ല. അതിർത്തികൾക്കപ്പുറത്താണ് ആത്മീയതയുടെ ചൈതന്യം എന്ന് പറയുന്നത്. ആത്മീയതയുടെ ചക്രവാളത്തിലൂടെ ഒരു മനുഷ്യനെ നിർവ്വാണം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിയാനും നൂൽപൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ വ്യാപിച്ച് തേരോട്ടം നടത്താനും സാധ്യമാകുന്നതിനാണ് നമ്മൾ ഈ സൂഫി ചക്രവാളത്തിലെ മഹാപൗർണമികളായ വിശ്വ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാറില്ലേ? അവരുടെയൊക്കെ കയ്യിലുള്ള ഒരു പാഥേയം
അല്ലെങ്കിൽ കൈമുതൽ എന്നൊക്കെ പറയുന്നത് ഈ ആത്മീയതയുടെ സ്രോതസ്സാണ്. എല്ലാ മതങ്ങളും ആത്മീയതക്കും സൗഹൃദങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യങ്ങളൊക്കെ കൊടുത്തു. നമ്മുടെ നാടിൻ്റെയൊക്കെ സൗന്ദര്യം അത് തന്നെയാണ്, ഈ ഇഴുകിച്ചേർന്ന് നിൽക്കൽ, അല്ലേ, ഈ കൂടിയാടൽ, അതിൽ കിട്ടുന്ന ഒരു മാനസികമായ ഒരു ഉല്ലാസമുണ്ട്. അപ്പം ഈ കരുതിവെപ്പാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര. കരുതിവെപ്പാൻ പ്രകൃതിയിൽ എന്നെപ്പോലെ ജീവിക്കാൻ അവകാശപ്പെട്ട വേറെയും കുറേ ആളുകളുണ്ട്, ഞാൻ അവർക്ക് കൂടി കൊടുക്കണം. എപ്പോഴാണത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ അമിതമായി ധാന്യങ്ങൾ വാങ്ങി കൂട്ടുമ്പോൾ, നമ്മൾ അമിതമായിട്ട് നമ്മുടെ ആവശ്യത്തിലപ്പുറം വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒക്കെ മനുഷ്യനോട് മതം പറഞ്ഞ കാര്യമാണ്. അത് നിനക്ക് മാത്രമല്ല, പ്രകൃതിയിലെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല, മനുഷ്യേതര ജീവജാലങ്ങൾക്ക് മുഴുവൻ. അതൊരു പക്ഷിക്കും പറവക്കും മാത്രമല്ല. ജലം, ആർദ്രത, കനിവ്, കിനിവ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ സസ്യലതാദികളുടെ കൂടി പ്രാണവായുവിനെ നിലനിർത്തുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ഹൗലിൽ പോയിട്ടല്ല, പുഴയിൽ പോയിട്ട്, അല്ലേ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലാണ് നീ ജലോപയോഗം നടത്തുന്നത്, വുളൂ ചെയ്യുന്നത്. എന്നാൽ 3 പ്രാവശ്യം ഒരു അവയവം കഴുകാനാണ് ദീനുൽ ഇസ്ലാം നമുക്ക് അനുവാദം തരുന്നത്. അതെന്തിനാണ്? ഒന്നാമത്തെ പ്രാവശ്യം മഅൽ മിർഫഖ്, നിന്റെ മുട്ടോടുകൂടെ നിന്റെ കൈ മുഴുവനായിട്ട് സ്നാനം ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ രണ്ടാമത്, മൂന്നാമത് 3 പ്രാവശ്യത്തോടുകൂടെ അത് പൂർണ്ണമായിട്ട് നനയണം. പിന്നെ 4മതൊരു പ്രാവശ്യം അത് ഒഴുകിപ്പരക്കുന്ന പുഴയാണെങ്കിലും അതിൽ നിന്ന് വുളൂഇന് വേണ്ടി കൂടിയാണെങ്കിലും നീ ജലോപയോഗം നടത്താൻ പാടില്ല. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ ഇഫ് യു ആർ ഇൻ എ റണ്ണിങ് സ്ട്രീം. ജപ്പാനിലെ പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടെ മിനറൽ വാട്ടറിന്റെ കുപ്പി പൊതുജനങ്ങളുടെ ആവശ്യാർത്ഥം പുറത്തേക്ക് ഇറക്കുമ്പോൾ അതിൽ അച്ചടിച്ചു വന്ന, അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത ഒരു മനോഹരമായ വാചകം എന്തായിരുന്നു? അത് ഒഴുകുന്ന പുഴയിൽ നിന്നാണ് നിങ്ങൾ ജലോപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഡു നോട്ട് വേസ്റ്റ് വാട്ടർ, ഒരു തുള്ളി പോലും അന്യായമായിട്ട് കളയരുത്. എന്നിട്ട് അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ ആരാ ഈ വാക്കുച്ചരിച്ചത്? ജപ്പാനിൻ്റെ പ്രതിരോധ മന്ത്രിയാണോ? ജപ്പാനിൻ്റെ പരിസ്ഥിതി മന്ത്രിയാണോ? ആരുമല്ല. ജപ്പാൻ രാജ്യത്തെ ഏതെങ്കിലും പരമ ആത്മീയ നേതാവാണോ? അതുമല്ല. പ്രൊഫറ്റ് ഓഫ് മേഴ്സി, പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുപ്പിയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ നാമമാണ്. അങ്ങനെ ആചാര്യന്മാര്, ഗുരുക്കന്മാര്, സന്യാശ്രേഷ്ഠന്മാര്, പുരോഹിതന്മാര് ഒക്കെ ധ്യാനമിരിക്കുമ്പോൾ, സന്യാസത്തിൽ ഏർപ്പെടുമ്പോൾ, ഭജനമിരിക്കുമ്പോൾ അവരൊന്നിനും അലോസരം കൊടുക്കാറില്ല, അല്ലേ? അവരൊക്കെ ജീവിച്ചത് ആർക്കും ശല്യമാവാതെയാണ്. എൻ്റെ വാക്ക് ഒരാളുടെ മനസ്സിൽ പോയി തറക്കരുത്. ഏതെങ്കിലും ഒരാളുടെ വാക്ക് കൊണ്ട് മനസ്സിൽ തറച്ചുപോയ നീരസങ്ങളെ ദൂരീകരിക്കാനാകണം എൻ്റെ വാക്ക് എന്ന് ശപഥം ചെയ്ത ആളുകൾക്ക് ആരെയും ദ്രോഹിക്കാൻ കഴിയൂല. വാക്ക് മൂർച്ചയുള്ളൊരായുധാണ്, പ്രത്യേകിച്ച് ഈ കാലത്ത്. കാരണം ആ വാക്ക് ഫാസ്റ്റ് ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുക. നമ്മളൊരു വാക്ക് എവിടെയെങ്കിലും പറഞ്ഞു പോയാൽ അതിനെ അടർത്തിയെടുത്തിട്ട് അത് മറ്റുള്ള എല്ലാ വിഭാഗങ്ങളിലേക്കും പോകാൻ അത് ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ സൂക്ഷിക്കുന്നവനെ മുസ്ലിമിനോട് ഉപമപ്പെടുത്തി. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ, ഇസ്ലാം മത വിശ്വാസിയുടെ ദീൻ എന്ന് പറയുന്നത് മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വ യദിഹി, മറ്റുള്ളവർ അവന്റെ നാവിൽ നിന്ന്, അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുന്ന ആളുകളാണ്, അല്ലേ? അപ്പൊ എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ ദീനാനുകമ്പയെ പറ്റി പിന്നെ ആദ്യമായിട്ട് അനുകമ്പ ദശകം 10 സ്റ്റാൻസയാണ്. നാരായണ ഗുരുദേവൻ എഴുതിയ, ശ്രീനാരായണ ഗുരു എഴുതിയ അനുകമ്പ ദശകം മലയാളി മുഴുവൻ ആഖ്യാനം ചെയ്ത കവിതാശകലങ്ങളാണ്. ഒരു പീഠ ഉറുമ്പിനോട് പോലും ഒരു പീഡ ചെയ്യാൻ പാടില്ല. ഒരു ഉറുമ്പിനോട് പോലും. ചെറുപ്പത്തിലൊക്കെ വരിയും നിരയുമായിട്ട് കടന്നു പോകുന്ന ഉറുമ്പുകളെ നമ്മൾ കാണാറുണ്ട്, മറ്റുള്ള ജീവജാലങ്ങളെ കാണാറുണ്ട്. പരിശുദ്ധ പ്രവാചക തിരുമേനി പറയുന്നുണ്ട്, ലൗല അന്നൽ കിലാബ ഉമ്മത്തുൻ മിൻ ഉമ്മമിക്കും, നിങ്ങളെപ്പോലെ ഒരു വിഭാഗമാണ് ഈ നായ, ശ്വാനന്മാർ. അതും പടച്ചോൻ ആത്മാവ് കൊടുത്ത ജീവജാലങ്ങളാണ്. അതുകൊണ്ട് അവയെ ആക്രമിക്കാൻ പാടില്ല. ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഒരു കുട്ടി വെറുതെ ഒന്ന് കുമ്പിട്ട് കഴിഞ്ഞാൽ നായ ഓടുകയാണ്. കാരണം നായക്കറിയാം, അതിൻ്റെ മൈൻഡിൽ രൂപപ്പെട്ട ഒരു ശാസ്ത്രമുണ്ട്. എന്താണ്? അവൻ എന്നെ ആക്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ലോകത്തുണ്ടാകണം. അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാൻ പാടില്ല. പ്രകൃതിയിൽ എല്ലാവരും ഒരുപോലെയാണ്. ഔഫ് ബിൻ ജുഹ്ഫ എന്ന് പറയുന്ന ഒരു പ്രവാചക ശിഷ്യൻ പുണ്യനബിയുടെ അടുക്കലേക്ക് അക്കൽതുൽ ബുർറ വൽ ലഹ്മ,
ഞാൻ കുറച്ച് ഗോതമ്പും ആടിൻ്റെ മാംസവും ഒന്നിച്ച് ഭക്ഷിച്ചപ്പോൾ നല്ല രുചി വിഭവം എൻ്റെ മുമ്പിൽ കിട്ടി. അതിൻ്റെ സ്വാദ് കൊണ്ട് ഞാൻ അമിതമായിട്ട് ഭക്ഷിച്ചു. അപ്പോൾ എൻ്റെ വയറൊന്ന് ഉന്തി വീർത്തു. അപ്പോൾ അളവിൽ കൂടുതൽ ഭക്ഷിച്ചു എന്നർത്ഥം ആ സമയത്ത്. എന്നിട്ട് ഞാനിങ്ങനെ ഭയങ്കര ധീരത പ്രകടിപ്പിച്ച് ഞാൻ കുറച്ച് അമിതമായി ഭക്ഷിച്ചല്ലോ എന്ന നെകളിപ്പില് പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ അടുക്കൽ വന്നപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ആ ശരീരഭാഷ കണ്ടിട്ട് പറഞ്ഞു, എന്താടാ നിനക്കൊരു ധീരപരിവേഷം, എന്താ നിന്റെ ശരീരത്തിൽ ഒരു വീരപരിവേഷം, നീ കുറച്ച് ഓവറായി ഭക്ഷണം കഴിച്ചത് കൊണ്ടാണോ നീ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത്? എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അമിതമായി ഭക്ഷിക്കുക എന്നുള്ളത് ഒരു ധീരതാ പ്രകടനത്തിൻ്റെ ഒരു കാരണമൊന്നും ആക്കി മാറ്റരുത്. നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്നിട്ട് പറഞ്ഞു നബിതങ്ങൾ, ഈ ഭൗതിക ലോകത്ത് അമിതമായിട്ട് അതിൻ്റെ ഒരു കാര്യമില്ല, ആവശ്യത്തിന് വിശപ്പടങ്ങാൻ മാത്രം ഭക്ഷിച്ചാൽ മതി. അതിലപ്പുറം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അത്വലഹും ജൂഅൻ ഫിൽ ആഖിറ, നാളെ പരലോകത്തിൽ അനന്തമായ വിശപ്പ് കിടക്കേണ്ട ആളുകളാണ്, പട്ടിണി കിടക്കേണ്ട ആളുകളാണ്. അപ്പം ഇവിടുത്തെ അമിതാഹാരം അവിടുത്തെ അനന്തമായ വിശപ്പിൻ്റെ ഒരു കാരണമാണ്. മഹാഭാരത കഥയിൽ മോക്ഷയാത്ര നടക്കുന്നുണ്ട്, എല്ലാവരും പോകുക, ഇങ്ങനെ പുറപ്പെടുകയാണ്. യുധിഷ്ഠിരനുണ്ട്, ഇപ്പുറത്ത് ദ്രൗപദിയുണ്ട്, ദ്രൗപദിയുടെ 2 ആയമാരുണ്ട്, അതുപോലെ തന്നെ ഭീമനുണ്ട്, മറ്റെല്ലാ ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മോക്ഷയാത്ര പുറപ്പെടുകയാണ്. മഹാഭാരത കഥയുടെ ഏറ്റവും തീവ്രമായ ഒരു പ്രകൃതിയോട് ഓരം പറ്റി നിൽക്കുന്ന സഹജീവി സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു പർവ്വം കൂടിയാണത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഴുകയാണ്. ദ്രൗപദി വീഴുന്നുണ്ട്, ഭീമൻ വീഴുന്നുണ്ട്, എല്ലാവരും വീണിങ്ങനെ പോവുന്നുണ്ട്. അപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തേ വീഴുന്നു? അപ്പോൾ അവസാനം വിളംബരം മുഴങ്ങുന്നുണ്ട്, അവര് അമിതമായി ഭക്ഷണം കഴിച്ചതാണ്, അമിതമായി ഭക്ഷണം കഴിച്ചതിൻ്റെ കെടുതിയാണ്. അറബികൾക്കിടയിൽ പഴയ കാലത്ത് വളരെ വിസ്തൃതമായ ബതുക്കളായ അറബികൾ എടുത്തു പറയുന്നൊരു വചനമായിരുന്നു തുആമുൽ ഇസ്നൈനി കാഫി സലാസ. അവരുടെ മുമ്പിൽ ഒരു കേക്ക് പ്രത്യക്ഷപ്പെട്ടാൽ ആ സംസ്കാരം ഒന്നും തൊട്ട് തീണ്ടാത്ത പിന്നെ അറബ് വിഭാഗം അന്ന് ആ കേക്കിനെ പാതി ഛേദമായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ബാക്കി അന്യന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് തൊടില്ല, അതിൻ്റെ പാതിയാണ് നമുക്ക് അവകാശപ്പെട്ടത് എന്ന് പറയൂ അത്രേ. അതാണ് തുആമുൽ ഇസ്നൈൻ കാഫി സലാസ. അപ്പോൾ ആ ഒരു പ്രകൃതിയിലെ സഹജീവിയെ കാണാനുള്ള ഉത്കടമായ ഒരു അഭിനിവേശം നമുക്കൊക്കെ ഉണ്ടാകണം. ഈ മനോഹരമായിരിക്കുന്ന ഈ സന്ധ്യയിൽ, മനുഷ്യാവകാശത്തിൻ്റെ ഈ മനോഹരമായ സംഗമത്തിൻ്റെ സമാപ്തിയിൽ പരിശുദ്ധമായ നമ്മുടെ കുട്ടികൾ സനത് വസ്ത്രത്തിൻ്റെ വിതരണത്തിലേക്ക് കടക്കുകയാണ്. അവർക്ക് മഗ്രിബ് കഴിഞ്ഞ ഉടനെ അവരുടെ സനത് ദാന പരിപാടികൾ നടക്കണമെങ്കിൽ ഇപ്പം അവർക്ക് സനത് വസ്ത്രങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞു, ആ വസ്ത്രങ്ങളൊക്കെ ഓരോരുത്തർ ഏറ്റ പ്രിയപ്പെട്ട മനുഷ്യസ്നേഹിയായ ആ വ്യക്തിത്വത്തെ പറ്റിയൊക്കെ ഇവിടെ പറയുകയുണ്ടായി. അള്ളാഹു അർഹമായ പ്രതിഫലം എല്ലാ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ കുട്ടികൾ അവരുടെ പരിശുദ്ധ വസ്ത്രം സ്വീകരിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മുടെ സദസ്സ് കടന്നു പോവുകയാണ്. ഇൻഷാ അല്ലാഹ് പൊതുവേ നമ്മുടെ സമ്മേളനങ്ങളും പരിപാടികളൊക്കെ ആകുമ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് വിഷയാവതരണത്തിനും മറ്റൊക്കെ സമയവും സാവകാശമൊക്കെ കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് വൈകിയ ഈ ഒരു വേളയിൽ ഇനി സുദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സമയം പോലെ സാവകാശം പോലെ നമുക്ക് വഴിയെ ഈ ക്യാമ്പസിൽ ഇൻഷാ അല്ലാഹ് കുട്ടികളുമായിട്ടൊക്കെ സംവദിക്കുവാനും ഒരുപാട് നേരം അവരുമായിട്ട് ചെലവഴിക്കാനും ഒക്കെ വരണമെന്നുണ്ട്. അപ്പോൾ ആവുന്ന രീതിയിൽ നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഇനിയും കണ്ടുമുട്ടാമെന്നൊരു പ്രതീക്ഷയുടെ അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ പുറത്ത് ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇത്ര നേരം എന്നെ ശ്രവിച്ചതിനും നിങ്ങളോടെല്ലാമുള്ള അകൈതവമായ കടപ്പാടുകളെ സ്നേഹപുരസ്സരം പ്രാർത്ഥനാ നിർഭരമായ ഈ സദസ്സിൽ നൽകി ഊസീക്കും ബിദ്ദുആ, എല്ലാവരും ദുആ കൊണ്ട് എല്ലാവരെയും വസിയത്ത് ചെയ്ത് ഞാൻ ഉപസംഹരിക്കുന്നു.